ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരു ഇപ്പം നമ്മളൊക്കെ ജീവിച്ച കാലം, കോളേജ്, ഈ പ്രണയം എന്നൊക്കെ പറയുന്ന കാലത്തൊക്കെ വർത്തമാനം പറയാൻ പോലും പറ്റില്ല ഒരു മറ്റ് ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഒപ്പം. ഇപ്പം കുറേയും കൂടെ ഒക്കെ ഫ്രീഡം ഇവിടെ ഉണ്ട്. പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിൽ ഒരു കുറച്ചൊക്കെ പുറകോട്ട്, അതായത് ഈ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ കുറച്ച് കുറഞ്ഞതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഈ അടുത്ത കാലത്തോ? ഇപ്പോൾ ഇതൊക്കെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പലവിധ കാര്യങ്ങളിലാണത്. നമുക്ക് ഇപ്പം അത് ഷോക്കിംഗ് അല്ലാതായി എന്നുള്ളതാണ് പ്രധാന കാര്യം. അവിടെ ഈ അഫെക്ഷൻ കാണിക്കലൊക്കെ ഉണ്ട്. ഒരു 20 കൊല്ലം മുമ്പ് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴും ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ അത്ര അങ്ങോട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്ക് പരിചിതമായ രീതിയിൽ ആയിരുന്നില്ല അന്ന് അവരുടെ ഈ പറഞ്ഞ പ്രകടനങ്ങൾ. ഇന്ന് നമുക്കും അത് കുറെ കൂടെ പരിചിതമാണ്. അതുകൊണ്ട് ആ കോൺട്രാസ്റ്റ് നമുക്കധികം ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ കൈകോർത്ത് പിടിച്ച് ഒരു തെരുവിലൂടെ നടക്കുന്നത് ഒരു 30 കൊല്ലം മുമ്പ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് നടക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നമുക്കൊരു ഷോക്കായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ആലിംഗനം ചെയ്യുന്നത് നമ്മൾ ഇന്ന് നോക്കൂ, നമ്മുടെ കുട്ടികൾ പോലും ആൺകുട്ടിയും പെൺകുട്ടിയും പ്രത്യേകിച്ച് സിനിമാക്കാരുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ ആദ്യം പോയി അവർ ഹഗ് ചെയ്യുക ചെയ്യുന്നത്. ഈ ഹഗ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റോ ആ ഒരു ചിന്തയോ നമുക്ക് നിഷിദ്ധമായിരുന്നല്ലോ. ഒരു 15-20 കൊല്ലം മുമ്പ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഹഗ് ചെയ്യുമായിരുന്നോ കേരളത്തിൽ? ഇല്ല. ഇപ്പോഴോ ഒരു ലെവലിൽ മുകളിലുള്ള സമൂഹത്തിൽ മാത്രമല്ല, ഏത് കൂട്ടത്തിലും ചെറുപ്പക്കാരാണെങ്കിൽ അവർ സൗഹൃദങ്ങൾ ഹഗ് ചെയ്ത് തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് പലതും, അല്ലെ? യൂണിവേഴ്സിറ്റികള്, കോളേജുകളില്, ക്യാമ്പസുകളിലൊക്കെ നമ്മൾ അങ്ങനെ ആയി കഴിഞ്ഞു.